നമസ്കാരം. മലപ്പുറം വാഴയൂർ ഗ്രാമപഞ്ചായത്ത് വാഴയൂർ താഴം ഭാഗത്ത് നിരവധി നാളുകളായി സാമൂഹ്യ വിരുദ്ധർ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയും അവിടെ മാലിന്യ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നത് പതിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പരാതിയാണ് ഉയർന്നത്. പഞ്ചായത്ത് സെക്രട്ടറി തന്നെ പരാതിപ്പെടുന്ന സാഹചര്യമുണ്ടായി. പഞ്ചായത്ത് അംഗവും ഷിജിനും പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരാതിപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണം ഉണ്ടായി. അന്വേഷണത്തിൽ വന്നപ്പോൾ ഇതിൽ പങ്കു ചേർന്നിട്ടുള്ള, അതായത് ഈ ഭാഗത്ത് മാലിന്യ നിക്ഷേപം നടത്തിയതിൽ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ദാവൂദാണ്. മീഡിയ വണ്ണിലെ പ്രകൃതി സ്നേഹിയായ ദാവൂദിൻ്റെ ഒരു സ്ഥിരം ഹോബിയാണ് ഇതെന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും വാഴയൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദാവൂദിനെതിരെയും നസീൽ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്കെതിരെയാണ് കേസെടുത്തത്. ദാവൂദിൻ്റെ മകളുടെ ഐഡൻറ്റിറ്റി കാർഡും ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മീഡിയ വൺ ചാനലിൽ നിന്ന് പ്രകൃതി സ്നേഹവും പൗരധർമ്മവും പൗരബോധവും ഒക്കെ പ്രസംഗിക്കും പോലെ അത്ര നിസ്സാരമല്ല അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്നത് ദാവൂദിന് നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അഡ്രസ്സ് സഹിതമാണ് ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആരാണ് ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് സ്ഥിരമായി മാധ്യമത്തിലൂടെ ഒരു മാലിന്യ നിക്ഷേപം നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഇയാൾ പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിച്ചതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം അല്ലെങ്കിൽ ഒരു ഭാഗത്തൂടെ വെർബലി വാക്കുകളിലൂടെ മാലിന്യം നിക്ഷേപിക്കുന്നു, മറുഭാഗത്തിലൂടെ സ്വന്തം മാലിന്യം കൊണ്ടുവന്ന് ജനവാസ മേഖലയിൽ നിക്ഷേപിക്കുന്നു. രണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒന്ന് ജനത്തിൻ്റെ തലയിലേക്കും മറ്റൊന്ന് ജനം താമസിക്കുന്ന ഇടത്തിലേക്കും. മാലിന്യം തന്നെയാണിത്. രണ്ടും ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ തന്നെയാണ്. ഭീകരവാദത്തിൻ്റെ മാലിന്യമാണ് ഒരു ഭാഗത്ത് എന്നേ ഉള്ളൂ. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് ഘോരം വാദിക്കുവാൻ ഇനിയും അദ്ദേഹത്തിന് ശക്തി തരട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരവിരുദ്ധതയ്ക്കെതിരെ ജിഹാദി അല്ലാതെ ജിഹാദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജിഹാദുകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുവാൻ വേണ്ടിയിട്ട് ഇനിയും ദാവൂദിന് കരുത്തുണ്ടാകട്ടെ. പക്ഷേ ജനം ഇതെല്ലാം കാണുന്നുണ്ട് എന്നത് മാത്രം ഓർത്താൽ മതി. ഷിജിൻ ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഘോരം വാദിക്കുന്നത്. ആ ജനാധിപത്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ധർമ്മമെങ്കിലും ഒന്ന് ഓർക്കണമായിരുന്നു. അദ്ദേഹത്തിനെതിരെ പരാതിപ്പെടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പരാതിപ്പെട്ടും അതായത് പൊതുജന സമക്ഷം നരേന്ദ്രമോദി നടത്തുന്ന പലതരത്തിലുള്ള കൊള്ളരുതായ്മയ്ക്കെതിരെയും പരാതിപ്പെട്ടും പ്രതിഷേധിച്ചുമാണ് ഇതുവരെ മുന്നോട്ട് പോയത്. അതെങ്കിലും നമ്മൾ ഓർക്കണമായിരുന്നു. പക്ഷേ അതൊന്നും ഓർക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനം തയ്യാറായില്ല എന്നത് അത്യന്തം ഖേദകരമായ സംഭവം തന്നെയാണ്. അദ്ദേഹം മാലിന്യം നിക്ഷേപിച്ചോട്ടെ. മാലിന്യം നിക്ഷേപിക്കുന്നത് ദാവൂദിൻ്റെ ഡി കമ്പനിയുടെ അവകാശമാണ്. ഇനി അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു അടുപ്പ് കൂട്ടി ചർച്ച നടത്തി ആ അടുപ്പിൽ മാലിന്യം വേവിച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇടുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ദാവൂദ് നടത്തിയ ഈ നീക്കം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടി വിയുടെ മുന്നിൽ, മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുക, ജനങ്ങളെ ഉദ്ധരിക്കുവാൻ ശ്രമിക്കുക, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകുക, മറുഭാഗത്തൂടെ അടിപ്പണി. ഇത് ദാവൂദിന് ചേർന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും അത്തരത്തിലുള്ളത് തന്നെയാണ്. ഏതെങ്കിലും അടിപ്പണി നടത്തി സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. പലപ്പോഴായി നരേന്ദ്രമോദിക്കെതിരെ മാത്രമല്ല പൊതുവിൽ രാജ്യത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന മീഡിയ വണ്ണിന് ഒരു അലങ്കാരമായിരിക്കും ദാവൂദ് എന്ന മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹം ഇനിയും മാലിന്യങ്ങൾ നിക്ഷേപിക്കട്ടെ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരും നൽകട്ടെ, പ്രത്യേകിച്ചും ഭീകരവാദികളുടെ ഇടയിൽ നിന്ന്. എന്തായാലും അതിൽ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് തള്ളാത്തത് ഭാഗ്യം. ബോംബ് അദ്ദേഹം നാവിലൂടെ മാത്രമേ തള്ളുന്നുള്ളൂ എന്നുള്ളത് മറ്റൊരു അനുഗ്രഹം. അത് മറ്റൊന്നും പറയാനില്ല.